നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. എല്ലാവരും നേരത്തെ എത്തിയല്ലോ സ്നേഹവിരുന്നിനായി. വെൽക്കം ടു ജീസസ് കിഡ്സ്. കാടിന്റെ നന്മയും കുളിർമയും ഒത്തിരി കഥകൾക്ക് പശ്ചാത്തലമാകുന്ന നമ്മുടെ കൂട്ടുകാരുടെ കുസൃതി വിരുന്നുകൾ, കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു, വെക്കേഷനുമായി. ഇനി 2 മാസം ഓർക്കുമ്പോ കുളിരും. So we enjoy the summer vacation with colorful mood. അതെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചാർട്ട് ചെയ്യണം. നമുക്കേ ടൂർ പ്ലാൻ ചെയ്താലോ? അയ്യോ, അത് വളരെ കോസ്റ്റ്ലി ആകും. ചെലവൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടെത്താൻ മതി. എങ്ങനെ കണ്ടെത്തും? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. വീട്ടുകാരോട് ചോദിക്കുന്നത് ബുദ്ധിയല്ല, എനിക്ക് പേടിയാ. പേടിയാ? എന്തിന്? അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഓർത്തുകൊണ്ട്. എനിക്ക് എന്തായാലും വീട്ടിൽ നിന്ന് പണം തരും. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ആശ്രയിക്കാതെ പണം കണ്ടെത്തണമെന്നാ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷേ പണം എങ്ങനെ കണ്ടെത്തും? അതാ പറഞ്ഞത്, പണം കണ്ടെത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, മനസ്സിലായോ? ചില്ലറ കാശല്ല, ഒത്തിരി പണം വേണ്ടി വരും. സമയമാണെങ്കിൽ അധികമില്ല. അതാ നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം. ഓ സോറി ഗൈസ്, എനിക്കൊരു ഐഡിയയും വരുന്നില്ല. എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. വാ, നമുക്കേ ആറ്റിൻ തീരത്ത് പോയിരുന്ന് ആലോചിക്കാം. That's a good idea. ആറ്റുതീരം. Good evening, sir. വാ ഇരിക്കൂ. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു സാർ. ഇനി 2 മാസം നിങ്ങൾക്ക് ആഘോഷങ്ങളുടെ ദിവസങ്ങളല്ലേ? അത് പിന്നെ സാർ, ഞങ്ങളൊരു പ്രശ്നത്തിലാ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളെ ഒരു ടൂർ പ്ലാൻ ചെയ്യായിരുന്നു. ഓഹോ, അത് നല്ല കാര്യമല്ലേ? അതല്ല സാർ, സാമ്പത്തികമാണ് പ്രശ്നം. സാമ്പത്തികം എന്താ? വീട്ടിൽ നിന്ന് വാങ്ങണം. ഞങ്ങള് സ്വന്തം എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് സാർ ചിന്തിക്കുന്നത്. അത് ശരി. അപ്പൊ വീട്ടുകാരെ ആശ്രയിക്കാതെ ടൂർ പോകണം. അതെ സാർ, കറക്റ്റ്. ഞാനൊരു ഐഡിയ പറയാം. എന്താ ഐഡിയ? പാവപ്പെട്ടവരുടെ വീട് പണിക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് എന്താ കാര്യം സാർ? കാര്യമുണ്ട്. അവർക്ക് കൂലി കൊടുത്ത് പണിയെടുപ്പിക്കുക പ്രയാസമാണ്. നമ്മൾ പകുതി പണം വാങ്ങി അവരുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അത് കൊള്ളാം, ഉഗ്രൻ ഐഡിയ. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അവർക്കൊരു സഹായവുമാവും, നമുക്ക് ചെറിയൊരു സാമ്പത്തികവുമാവും. സൂപ്പർ ഐഡിയ സാറേ. ഞങ്ങൾ എത്ര നേരം ആലോചിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടിയില്ല. മക്കളെ, മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്കൊരു പ്രചോദനം കൂടിയാവും ഈ പ്രവൃത്തികൾ. ഓക്കെ സാർ. ബട്ട് സാർ, അങ്ങനെ പൂറായ ആർക്കാ സാർ നമ്മൾ ഹൗസ് പണിയുന്നത്? അതൊക്കെ ഉണ്ട്. നമ്മുടെ പീലിത്തത്ത വളരെ കഷ്ടത്തിലാ, വളരെ ബുദ്ധിമുട്ടിയ അവർ വീട് പണിയാൻ തുടങ്ങിയത്. തീർച്ചയായും ഇനി ടൂർ പോയില്ലെങ്കിലും ശരി, ഞങ്ങൾ അവരെ സഹായിക്കും. യെസ് സാർ, ടൂറിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇപ്പോ പീരിയുടെ ഒരു വീടാ. അതെ, ഞങ്ങളെല്ലാവരും റെഡിയാണ് സാറേ. അതെ. വളരെ സന്തോഷം മക്കളെ, മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സിനെ. അത് കൊള്ളാം. ഞാനൊരു കാര്യം ചെയ്യാം. പീലിയെ കണ്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ സാർ. പീലി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പണി തുടങ്ങാം. ഞങ്ങൾ ഇന്ന് തന്നെ റെഡി സാർ. വെരി ഗുഡ്. താങ്ക് യു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. സാർ, വളരെ ഉപകാരം.
വളരെ നന്ദി. നന്ദി പറയേണ്ടത് എന്നോടല്ല, പീലിയെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ കുട്ടികളോടാ. അതെ സാർ, ഒരു വീട് പണിയാൻ പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അതൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്താൻ കുട്ടികൾ തയ്യാറായത്. അതെ സാർ, നാളെ തന്നെ അവരെ കണ്ടു വരാൻ പറയണം. അവര് ഇന്ന് തന്നെ വരാൻ തയ്യാറായിരുന്നു. ഞാൻ പറഞ്ഞതാ പീലിയെ കണ്ടതിന് ശേഷം മതിയെന്ന്. വളരെ നന്ദി സാർ, സാറ് മുൻകൈ ശരി, എടുത്തതിന്. എങ്കിൽ ഞങ്ങൾ നാളെ കാലത്ത് വരാം കേട്ടോ. ബൈ. ശരി സാറേ. എല്ലാരും വന്നേ, ചായ കുടിക്കാൻ സമയമായി. ദേ കുറച്ചുകൂടി പണി തീരട്ടെ എന്ന്. അതെ അതെ, രാവിലെ കഴിച്ച ഭക്ഷണം തന്നെ ദഹിച്ചിട്ടില്ല. അതാ പറഞ്ഞത്, വയറ് മറന്ന് ഫുഡ് അടിക്കരുതെന്ന്. എന്തൊരു തമാശ. ഓ, നീ പിന്നെ വായു അല്ലേ ഭക്ഷിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന്. നല്ല തമാശയാ. ഞാൻ എന്തായാലും അല്പനേരം മരച്ചൂട്ടി പോയി റെസ്റ്റ് എടുക്കട്ടെ. ക്ഷീണമായി. മോട്ടുവിന്റെ ഒരു കാര്യം. പാവം പിള്ളേര്. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പണിയൊക്കെ? ഞങ്ങൾ ഭയങ്കര ഉഷാറിലാണ് സാർ. അതെ സാർ, ഇവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല. അതൊക്കെ അവര് കഴിക്കും, പീലി പ്രശ്നമാക്കണ്ട. സാർ ഇരിക്ക, ചായ കഴിക്കാം. ഞാനും ഇവരും ഒരുമിച്ച് കഴിക്കും. പീലി ചെല്ലേ. ശരി സാർ. എന്ത് സന്തോഷമാ പീലിയുടെ മുഖത്ത്. അതെ സാർ, അവർ വലിയ സന്തോഷത്തില. ഞങ്ങൾക്ക് ടൂർ പ്രോഗ്രാമിനേക്കാൾ സന്തോഷം ഇപ്പോ ഈ പണി ചെയ്യുന്നതിലാ. യെസ് സാർ, ഞങ്ങൾ ഫുൾ എൻജോയ്മെന്റ്സിലാ. ശരി ശരി. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, സന്തോഷം, അത് മതി ജീവിതത്തിൽ ഓർത്തിരിക്കുക. സാറേ, നമുക്കിനി എന്തെങ്കിലും കഴിച്ചാലോ? എങ്കിൽ നമുക്ക് ചായ കുടിക്കാം, അതിനുശേഷം ബാക്കി പണി. ശരി സാർ, എന്നാ വാ പോയേക്കാം. മനസ്സിന് എന്തൊരു സന്തോഷമാണ്. അതെ അതെ, ഒരു അഡ്വഞ്ചറസ് ടൂർ പോയി വന്ന ഹാപ്പി. ആ പീരിയഡ് സന്തോഷം കണ്ടാ മതി നമ്മുടെ ഒഴിവുകാലം ധന്യമാകാൻ. അതെ അതെ, എനിക്ക് ഈ ടൂർ പോയില്ലെങ്കിലും വേണ്ട. Now we will enjoy the balanced vacation. നിർത്തറ നിന്റെ ആളിഞ്ഞ് ഇംഗ്ലീഷ്. മക്കളെ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഞങ്ങള് സാറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഓ, വിനോദയാത്ര പ്ലാനിങ്ങിനായിരിക്കും. അയ്യോ, അതിനല്ല സാറേ, ഇനി പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാനായിട്ടാ. അതൊക്കെ നല്ലതാ. അല്ല, നിങ്ങൾ എന്താ പീലിയിൽ നിന്നും പണം വാങ്ങാഞ്ഞത്? അത് പിന്നെ സാർ, അവരുടെ അവസ്ഥ കണ്ടപ്പോ. അപ്പോ നിങ്ങൾക്ക് വിനോദയാത്രയ്ക്കുള്ള പണം? ഓ, ഞങ്ങൾ ടൂർ പോകുന്നത് മാറ്റിവെച്ചു സാർ. മാറ്റിവെച്ചെന്നോ? എന്തു പറ്റി? സാർ, ഞങ്ങൾ ഈ വെക്കേഷൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ലത് മക്കളെ, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സാർ? അടുത്ത ആരെങ്കിലും സഹായിക്കാനാണോ സാർ? അതൊന്നുമല്ല. എന്തായാലും നമ്മൾ ടൂർ പോകുന്നു. എന്റെ ചെലവിൽ നമ്മൾ 3 ദിവസത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നു. 3 ദിവസം അടിച്ചു പൊളിക്കുന്നു. എന്താ, വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ മറുത്തൊന്നും പറയണ്ട. അടുത്ത ദിവസം നമ്മൾ ടൂർ പോകുന്നു. ഓക്കേ? നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ ഈ ടൂറ്. മറ്റുള്ളവരെ സഹായിക്കാൻ, മനസ്സിനെ മയപ്പെടുത്താൻ, മനസ്സിനെ ഫ്രീ ആക്കാൻ ഒരു 3 ദിവസം. ഓക്കേ?
ഹൊയ്യാരെ 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 ഓ ഹൊയ്യാരെ. കഥകൾ പോലെ കരവിരുതും നമ്മെ ആനന്ദിപ്പിക്കുന്ന സമയം. നമുക്കും ഈ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഇതാ മാണിക്കച്ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. സാധാരണ ദിവസം നിങ്ങൾ വീട്ടിൽ വരത്തത്തില്ലേ, അതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. എല്ലാവരും പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയാകും. അപ്പോൾ പേപ്പർ എടുത്തതിന് ശേഷം പേപ്പർ ഇങ്ങനെ നിവർത്തി പിടിക്കുക. ഇനി ചെയ്യേണ്ടത് പേപ്പർ നേരെ നിങ്ങൾ ഇങ്ങനെ മടക്കുക. പേപ്പറിൻ്റെ നടുവിൽ കൂടെ ഒരു വര ഉണ്ടാവില്ല, ആ വരയിൽ കൂടെ മടക്കുക. മടക്കിയതിന് ശേഷം ഈ മടക്കിയ ഭാഗം മുകളിൽ വരുന്ന പോലെ ഇങ്ങനെ പേപ്പർ പിടിക്കുക. ഇതിന് ശേഷം ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ നടുക്കൂടെ ഒരു വരയുണ്ട്, അത് പേപ്പറിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വക്കിനെ നിങ്ങൾ ഈ നടുക്കുള്ള വരയിലേക്ക് മടക്കുക. എവിടെയെങ്കിലും വെച്ച് മടക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ ഭാഗവും കൂടെ ഇങ്ങോട്ട് മടക്കുക. എന്തായി? ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പേപ്പർ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, ഇപ്പം താങ്കി കഴിഞ്ഞാൽ ഈ പേപ്പറിൻ്റെ താഴെ 2 കടലാസ് ഉണ്ട് അല്ലേ, 2 ലെയറുണ്ട് പേപ്പർ. അപ്പം അതിൽ ഒരു ലെയർ മാത്രം എടുത്തിട്ട് നേരെ മുകളിലേക്ക് മടക്കണം. ഇതാ ഇങ്ങനെ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ലെയർ മാത്രം എടുത്തിട്ട് മുകളിലേക്ക് മടക്കുക. ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പം പേപ്പർ ഉണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനെ മൊത്തത്തിൽ ഇങ്ങനെയൊന്ന് തിരിക്കണം. അതായത് ഇതുവരെ നിങ്ങൾക്ക് അഭിമുഖമായിരുന്ന വശം നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മേലാത്തതായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇപ്പം നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇടത്തും വലത്തുമുള്ള വാക്കുകളെ, അതായത് ഇടത്തും വലത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എൻ്റെ വലത്ത് വെക്ക്, ഇത് എൻ്റെ ഇടത്ത് വെക്ക്, ഈ 2 വാക്കുകളെ നമ്മൾ നടുക്കുള്ള ലൈനിലേക്ക് മടക്കണം. റെഡിയല്ലോ എല്ലാവരും മടക്കാൻ? ശരി, അപ്പോൾ നമുക്ക് മടക്കാം. മറുവക്കിനെയും വടക്കോട്ട് മടക്കുക. ഈ ഒരു ആകൃതിയായിരിക്കും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക. ഇനി അവസാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയുള്ള പേപ്പറിൻ്റെ ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ കൈകൊണ്ടെടുത്തിട്ട് നേരെ മുകളിലേക്ക് വയ്ക്കുക. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൈയിടുക. അപ്പോൾ ഈ കയ്യിലിടുമ്പോൾ ഒരു പോക്കറ്റ് പോലെ നിങ്ങളുടെ കൈ അതിനകത്തേക്ക് കയറി പോകും. അപ്പോൾ അതൊന്ന് വിടർത്തുക. അതിനുശേഷം ഇത് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നിങ്ങളുടെ തലയിലേക്കൊന്ന് വെച്ചേ. എങ്ങനെയായി? അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? അപ്പം നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരാം. എന്തായിരുന്നു നമ്മളിന്ന് പറഞ്ഞ ചിന്താവിഷയം? ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ എന്താ ഈ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചില ആളുകളെ പറ്റി പറയാറില്ലേ, ഇപ്പോൾ നല്ല കുടിയനായിട്ടുള്ളൊരു പിതാവാണെങ്കിൽ അപ്പോൾ അവൻ്റെ മകനും ഇങ്ങനെ കുടിയനായി കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? പിതാവിൻ്റെ അതേ സാദൃശ്യത്തിലാണ് മകനെന്ന് പറയും, അങ്ങനെയല്ലേ? അപ്പം ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മൂക്കും കണ്ണും വായും എല്ലാം കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പോലും ദൈനംദിന ജീവിതത്തിൽ പറയുമ്പം എന്നാ പറയുന്നത്? ഒരാളുടെ സാദൃശ്യത്തിലും മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവ സവിശേഷതകളോടെ ആണ് മറ്റേയാളെന്നാണ്. അയാളെ വെച്ച് വാർത്തതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളോട് അല്ലേ? ദൈവത്തിൻ്റെ കഴിവുകളോടുകൂടി. അപ്പം നമ്മളിലെല്ലാവരും ഉള്ളത്, നമ്മളിലെല്ലാത്തിലും നിങ്ങളിൽ ഓരോരുത്തരും ഉള്ളത് എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം കഴിവുകളാണ് നിങ്ങളിലുള്ളത്.
ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് നിങ്ങളിലുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് ആ ഒരു തിരിച്ചറിവിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ അതേ കഴിവുകളോടെ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണെന്ന്? സാധാരണഗതിയിൽ ഒരു രാജാവിൻ്റെ പുത്രൻ സ്വാഭാവികമായിട്ട് എന്താകുന്നത്? രാജകുമാരനാകും അല്ലേ? അപ്പം ദൈവത്തിൻ്റെ കഴിവുകളോടെ ദൈവം സൃഷ്ടിച്ച ഒരാൾ എന്താകുന്നത്? ദൈവത്തിൻ്റെ പുത്രനാകും. അപ്പം ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആണ്. അപ്പം നമുക്ക് എന്നാ പറ്റിയിരിക്കുന്നത്? നമ്മളെല്ലാം ഇക്കാര്യം മറന്നുപോയി. നമ്മളെല്ലാം ഒരു രാജാവിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ളത് അങ്ങ് മറന്നു കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ പിച്ചപാത്രവുമായിട്ട് നടക്കുകയാണ് അല്ലേ? ഒരു ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അയ്യോ എന്നെ കണ്ട് അതിന് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ തളർന്ന് പോവുക നമ്മൾ ചെയ്യാറുള്ളത്. അതാണോ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള മാർഗം? യഥാർത്ഥ രാജാക്കന്മാരെന്താണ് ചെയ്യുന്നത്? അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ സ്വയം അത് പരിഹരിക്കാൻ നോക്കും അല്ലേ? എന്നാൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? അയ്യോ എനിക്ക് പ്രശ്നമുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വല്ലവരുടെ അടുത്ത് പോകാൻ നോക്കും, അവിടുത്തെ ചെയ്യാൻ നോക്കും, ഇത് ചെയ്യാൻ നോക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. പരീക്ഷയ്ക്ക് ഇച്ചിരി പ്രയാസമുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് പ്രശ്നം? അയ്യോ ഞാൻ പഠിക്കാത്തതാണ് എന്ന് പറഞ്ഞ് കരയും. നമ്മളോടൊരു കൂട്ടുകാരൻ പിണങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? അയ്യോ അവൻ പിണങ്ങി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മളോട് മോശമായിട്ടൊരു പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓ അവൻ അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനായ ദൈവത്തോട് അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലുള്ള സൃഷ്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലായ്പ്പോഴും എല്ലാത്തിൻ്റെയും നന്മ കാണാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയാണ് ദൈവത്തിന് നമ്മളെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും നോക്കുമ്പോഴും നമുക്ക് അവരിൽ കാണാൻ കഴിയേണ്ടത് അവരുടെ ഏറ്റവും വലിയ സാധ്യതയാണ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ മാത്രമല്ല, നമ്മളെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയാണ്. അപ്പം നിങ്ങൾ ഈ കിരീടം വെക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട അരുമ സന്താനമാണ്. നിങ്ങൾ മഹാനായ ഒരു രാജാവിൻ്റെ പുത്രനോ പുത്രിയോ ആണ്. അപ്പം ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്, ഞാൻ ഇനി എൻ്റെ പിതാവിൻ്റെ അഭിമാനത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ ജീവിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് എന്നെ തളർത്താൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അത് തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, ഇത് തലയിൽ ഇരിക്കുന്നിടത്തോളം കാലവും എപ്പോഴും നിങ്ങൾ ഇത് ഓർക്കുക. കൂടാതെ ഇത് നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കാൻ മറക്കരുത്. പഠിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറയണം, അവരും ദൈവത്തിൻ്റെ അരുമ സന്താനങ്ങളാണ്. ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളോടും കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കൂട്ടുകാരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ആക്ടിവിറ്റിയുമായി, പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓരോ കഥകളും കരവിരുതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? മാറ്റങ്ങൾ ആവശ്യമാണോ? എന്താണെങ്കിലും എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഓർക്കാം.